ഞങ്ങൾ 4 പേരും കൂടിയിട്ടുള്ള പോക്കാണ് കേട്ടോ. ഫ്രണ്ടിൽ 2 പേരും കൂടി ഉണ്ട്. അവിടെ നിന്നാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ വരുന്നത്. അപ്പോൾ എവിടേക്കാന്ന് വെച്ചാൽ ഗുരുവായൂരേകാദശി തൊഴുവാൻ പോകുമ്പോൾ വഴി കാട്ടുക നാരായണ രൂപം തളരുമ്പോഴാത്മാവാം പശുവേ നിന്നാവിൽ. എനിക്കങ്ങനെ പാട്ട് പാടാനൊന്നും അറിയില്ല, ജസ്റ്റ് നല്ല 2 വരി പാടിയെന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ പോകുന്ന വഴിയിൽ നമ്മുടെ സൂര്യൻ അസ്തമിക്ക് അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല റെഡ് കളറിൽ നല്ല വലിപ്പത്തിലായിരുന്നു കേട്ടോ. ഫോണിൽ എനിക്കത് നല്ല ക്ലിയർ ആയിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, എന്നാലും ഞാനൊന്ന് എടുത്തൊന്ന് മാത്രം കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ ഗുരുവായൂർക്ക് എത്തിയിട്ടുണ്ട്. പാലം കടന്നങ്ങനെ ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ എത്താറുണ്ട് എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കറക്റ്റ് ഒരു കണക്കായിട്ടൊന്നുമല്ല കേട്ടോ. എപ്പോഴാണോ മനസ്സിൽ ഭഗവാനെ കാണണം എന്ന് തോന്നണത് ആ ടൈമിൽ ഞാൻ പെട്ടെന്ന് അവിടേക്ക് എത്താറുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും ഞാൻ പകൽ സമയങ്ങളിലാണ് ഗുരുവായൂർക്ക് കൂടുതലും പോവാറുള്ളത്. കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ വൈകുന്നേരങ്ങളിലുള്ള പോക്ക് മറന്നു തന്നെ പറയാം. കുറേ വർഷങ്ങളായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഏകാദശിയുടെ തലേ ദിവസം അവിടേക്ക് ഒന്ന് കറങ്ങി ഭഗവാനൊന്ന് എന്തായാലും ഉള്ളിൽ കയറാൻ പറ്റില്ല, പുറത്ത് നിന്ന് തൊഴാമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ എൻ്റെ ഉണ്ണിയേട്ടനൊക്കെ നന്നായി ഒന്ന് സോപ്പ് ചെയ്തു. കാരണം ഒറ്റയ്ക്ക് എന്തായാലും നൈറ്റിൽ പോയിട്ട് വരൽ നടക്കില്ല പകൽ പോണ പോലെ. പകൽ പിന്നെ ആരും വേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ വണ്ടി ഓടിച്ച് പോയി നമുക്ക് അവിടെ കുറേ ടൈമൊക്കെ ഇരുന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും തിരിച്ച് വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ വൈകിട്ട് പോകുമ്പോൾ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് എന്തായാലും സൺഡേ ആണ്, പണിത്തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞ കാരണം കൊണ്ട് എന്നാൽ അങ്ങനെ പോവാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർക്ക് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. നമ്മുടെ ഗുരുവായൂർ എല്ലാം പ്രാവശ്യം ഏകാദശിക്ക് ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകാദശിക്ക് വരുന്ന അതിഥികളെല്ലാവരും അപ്പുറവും ഇപ്പുറവും എവിടെ നോക്കിയാലും അവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ അത് കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പടിഞ്ഞാറൻ നടയിലെ വൃന്ദാവന ആശ്രമത്തിലെ സ്വാമിജി, മാതാജി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു ടീം തന്നെ ഉണ്ടായിരുന്നു. അവരവിടെ അർജുനനും കൃഷ്ണനും എല്ലാം കൂടി അങ്ങനെ നല്ല ഭംഗിയിൽ തേര് തെളിച്ച് നിൽക്കുന്ന രീതിയിലുള്ളതൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭാഗവതം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നേരം നോക്കി അവിടെ നിന്നിട്ട് 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നീങ്ങി കേട്ടോ. പിന്നെ കമ്മല്, വള, മാല അങ്ങനത്തെ ഫുൾ ഐറ്റംസ് അവിടെ കുറച്ച് നേരം ഞാൻ നോക്കി നിന്നു. പിന്നെ വാങ്ങിക്കാനൊന്നും പോയില്ല. ഇനി ഇടയിൽ ഒരു ദിവസം കൂടെ പോകുന്നുണ്ട് ഞാൻ, അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം പിള്ളേരിനൊക്കെ ആയിട്ട് പോണ കാരണം കൊണ്ട് കുറച്ച് മെനക്കാടാണ് അത് വാങ്ങാനൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്ന് വിചാരിച്ചിട്ട്. അതേപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കുട്ടികളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും കേട്ടോ. അവർ കണ്ണിൽ നിറയെ വെള്ളമൊക്കെ ആയിട്ടാണ് വരിക, വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വരവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു കുട്ടി, അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഭക്ഷണം എന്തായാലും ഞാൻ വേണമെങ്കിൽ മേടിച്ച് തരാമെന്ന് പറയുമ്പോൾ അവർക്ക് ഭക്ഷണം ഒന്നും വേണ്ട, പൈസ തന്നെ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു പൈസ കൊടുക്കൽ ശരിയാവില്ല, ഭക്ഷണം വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം എന്ന് കേട്ടിട്ട് ഞാൻ കൊണ്ടുപോയതാണ്. പക്ഷേ ഒരു കാരണവശാലും അവൻ ഭക്ഷണം വാങ്ങിക്കണില്ല. അങ്ങനെ ഒന്നല്ല കേട്ടോ, ഒരുപാട് കുട്ടികൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുത്തെ പിന്നെ അതൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ കുറച്ച് വിഷമമൊക്കെ ആവും വരണ കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി ഗുരുവായൂർക്ക് നേരെ അങ്ങനെ എത്താണ്ട, ഗുരുവായൂർ അമ്പലം നടക്കിലേക്ക് എത്താണ്. എന്തായാലും ഉള്ളിൽ കയറണില്ല, എന്താണെന്ന് വെച്ചാൽ നല്ല തിരക്കുണ്ട് കുറേ. കാരണം നമ്മൾ ചുറ്റമ്പലത്തിലേക്ക് തന്നെ കയറാൻ തന്നെ നല്ല വരിയുണ്ട്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ എപ്പോഴും വരണതല്ലേ, ഇപ്പോൾ ഭഗവാനെ പുറത്തുനിന്ന് തൊഴാമെന്ന് കരുതിയിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും ഉണ്ട് കൂടെ. മക്കളാണെങ്കിലും തൊഴാന്നുള്ളൊരു ഇതിലല്ല വന്നിരുന്നത്, അവർക്ക് മൊത്തത്തിൽ അവിടെ ഒന്ന് ചുറ്റി കാണണം എന്നുള്ള രീതിയിലാണ് തൊഴാനായിട്ട് ഞാൻ ഇടയ്ക്ക് കൊണ്ടുപോകാറുള്ളതാണ്. അല്ലെങ്കിലും വൈകുന്നേരങ്ങളിൽ ഗുരുവായൂർ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ റൂഫ് കാണിക്കാനുള്ള കാരണം കുറച്ചൊക്കെ മുൻപ് ഞാൻ പണ്ട് കുറേ വൈകുന്നേരങ്ങളിൽ പോകാറുള്ളതാണ് കേട്ടോ. ഇപ്പോഴാണ് കുറച്ചായിട്ടാണ് ഇതൊക്കെ വളരെ എന്താ പറയുക, എനിക്ക് നന്നായി എൻ്റെ ലൈഫിൽ തന്നെ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പോലത്തെ ഒരു സമയമായത്. വൈകുന്നേരങ്ങളിലുള്ള പോക്ക് പകൽ നല്ലോണം പോകാറുണ്ടെങ്കിലും വൈകുന്നേരങ്ങളിലുള്ള പോക്ക് ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണിച്ച റൂഫ് എന്താണെന്ന് വെച്ചാൽ പണ്ടൊക്കെ ഇതിന് മുകളിൽ ഗോൾഡ് കളർ കൊണ്ട് അരങ്ങൊക്കെ കെട്ടിയിട്ട് നല്ല കാറ്റൊക്കെ വീശുമ്പോൾ അതിങ്ങനെ ചാഞ്ചാടലും അതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതൊക്കെ ആലോചിച്ചപ്പോൾ നല്ലൊരു നൊസ്റ്റാളജി ആയിട്ടോ. കുട്ടികളോടൊക്കെ അത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ കേശവനാനേനെയും മരപ്രഭുവിനെയൊക്കെ കണ്ട് കഴിയുമ്പോഴേക്കും കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴേക്കും ഒക്കെ നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ കിഴക്കൻ നടക്കിലേക്ക് വീണ്ടും വന്നിട്ട് ശരവണ ഭവനിലേക്കാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് കയറണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് ഇരിക്കാൻ കൂടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ശരവണ ഭവനിൽ ചെന്നപ്പോൾ ഭാഗ്യത്തിന് കുറച്ച് സീറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏകദേശം 1 മണിക്കൂറോളായിട്ടാണ് നമുക്ക് സാധനമൊക്കെ കിട്ടിയത്. എന്നാലും നമ്മൾ അവിടെ ഇരുന്നല്ലേ പറ്റുള്ളൂ. അതൊക്കെ കഴിച്ച് നല്ലൊരു അടിപൊളി കോഫി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കുടിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് നമ്മുടെ ഏകാദശിക്ക് എല്ലാം കൊല്ലം വരുന്ന ഊഞ്ഞാല് മറ്റുള്ള ഐറ്റംസിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്തിടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.